അങ്ങ് പറഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ വിഷയം ഇതൊക്കെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടേഴ്സ് നല്ലൊരു ശതമാനം ഉള്ള ഒരു ജില്ല കൂടിയാണ്. അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഏറെ നാളായുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? സുരേഷ് ഗോപി ഇമ്പാക്റ്റ് ഉണ്ടാകാൻ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ, അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ. ഈ ക്രിസ്ത്യൻ സമുദായമാണ് ഏത് കാലത്തും കോൺഗ്രസിൻ്റെ നട്ടല് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി ഇല്ലെങ്കിൽ കോൺഗ്രസ്, പണ്ട് മന്നത്ത് പറ്റുള്ള സാറുള്ളാത്ത പുള്ളി പ്രസംഗിച്ചുകൊണ്ടുണ്ട് കോൺഗ്രസ് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് എന്ന്. അന്നും സത്യമാണ്, ഇന്നും സത്യമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും വ്യത്യസ്ത കാരണങ്ങളാൽ ഈ കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ട് ബേസ് ശോഷിക്കുന്നു എന്നുള്ളതാണ്. അത് തൃശ്ശൂർ ജില്ലയിലുള്ള കാരണമല്ല, പത്തനംതിട്ട ജില്ലയിലുള്ളത് അതല്ല, കോട്ടയം ജില്ലയിലുള്ളത്. പക്ഷേ എല്ലായിടത്തും ഈ ഒരു വോട്ട് ബേസ് ദുർബലമാകുന്നു എന്നുള്ളത് സത്യമാണ്. ഓക്കെ, അതിൽ കുറച്ച് പേരൊക്കെ LDFുമായിട്ട് സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലേക്ക് പോയി. അതുപോലെ കുറേ പേർ BJPയുമായിട്ട് സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലയിലേക്ക് പോയി. തൃശ്ശൂർ കോർപ്പറേഷനിലാണെങ്കിലും സമീപത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ക്രിസ്ത്യൻ നാമധാരികളായ BJP സ്ഥാനാർത്ഥികൾ താമര അടയാളത്തിലും സ്വതന്ത്ര ചിഹ്നത്തിലുമൊക്കെ മത്സരിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെയും ഒരു നിശബ്ദമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ബിഷപ്പുമാർക്കാണെങ്കിലും അതല്ല വൈദികർക്കാണെങ്കിലും പഴയ പോലെ BJP എതിർക്കാൻ ഉത്സാഹമില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളോ അവരെ വെറുപ്പിക്കേണ്ട എന്നൊരു പക്ഷേ വൈദിക നേതൃത്വവും വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, വേറൊരു രണ്ട് വിഷയങ്ങൾ, അതായത് ഒന്ന് ചെറിയ പാർട്ടികളുടെ ഭാവി എന്താകുമെന്ന് കൂടി ഈ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ്സുകൾ, നമ്മുടെ മാണി കോൺഗ്രസ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അവർക്ക് ചാഞ്ചാട്ടം ഉണ്ടാകുമോ? എന്താണ് അങ്ങ് കരുതുന്നത് ഈ വിഷയത്തിൽ? അല്ല, മാണി കോൺഗ്രസിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് നമ്മൾ തൃശ്ശൂർ ജില്ലയെ പറ്റി പറയുമ്പോൾ CPIക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു ജില്ലയും കൂടിയാണ് തൃശ്ശൂർ. അതെ അതെ അതെ, CPIക്ക് ഏറ്റവും വോട്ട് ബേസുള്ള ഒരു ജില്ല തൃശ്ശൂരും മറ്റൊന്ന് കൊല്ലവുമാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ CPI എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. CPM CPI ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഐക്യവും ഒരു ഒത്തൊരുമയും വളരെ പ്രധാനമാണ്. നമ്മൾ മാണി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ്, അതിൽ പ്രധാനം ജോസ് മാണിയുടെ ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ PJ ജോസഫിൻ്റെ പാർട്ടിയാണ്. PJ ജോസഫിൻ്റെ പാർട്ടി വലിയൊരു ക്രൈസിസിലാണ്. PJ ജോസഫിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ആരായിരിക്കും അടുത്ത നേതാവ് എന്നുള്ള പ്രശ്നമുണ്ട്. അവർ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും വലിയ ഒരു മുന്നേറ്റവും നടത്താൻ സാധ്യതയില്ല. കൂടുതൽ പ്രവർത്തകരുള്ളത് ജോസ് കെ മാണിയുടെ കൂടെ തന്നെയാണ്. അദ്ദേഹവും ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചതുകൊണ്ട് ഈ പരമ്പരാഗത വോട്ട് ബേസ് പഴയ പോലെ അവർക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു പ്രശ്നം, KM മാണിക്കുണ്ടായിരുന്ന വലിയ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ ജോസ് കെ മാണിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. KM മാണി അല്ലല്ലോ ജോസ് കെ മാണി. ആ ഒരു പരാധീനതയുണ്ട്. പിന്നെ പക്ഷെ ഒരു കാര്യമുള്ളത്, CPMകാർ പരമാവധി ഇവരെ പരിലാളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് പരമാവധി അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. ജയസാധ്യതയുള്ള സീറ്റുകൾ അവർക്ക് മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് CPMകാർ പ്രത്യേകിച്ച് ഒരു മടിയോ വൈഷമ്യമോ കാണിക്കുന്നില്ല. കാരണം അവർ ജയിക്കേണ്ടത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ പ്രധാനമാണ് ജോസ് കെ മാണിയെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് എന്ന ബോധ്യം, എന്ന ഉത്തരവാദിത്തം CPM അണികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അത്ര വലിയ തട്ടുകേട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല.